എല്ലാവർക്കും പാർട്ട് 2ലേക്ക് സ്വാഗതം. അങ്ങനെ മഴയെല്ലാം മാറി 6 മണിയായപ്പോൾ പാടം കൊയ്യാൻ ഞാനും ഈ ചേട്ടനും കൂടി പോയി. ചേട്ടൻ്റെ പേര് ചോദിച്ചുകൊണ്ട് ഇന്നത്തെ യാത്ര തുടങ്ങാം. ചേട്ടൻ്റെ പേരാണ് മണി. അപ്പോൾ യാത്ര തുടങ്ങാമല്ലേ? കുറച്ചു ദൂരം പോകണം കൊയ്യുന്ന പാടത്തേക്ക്. 6 മണിയായതുകൊണ്ട് തന്നെ സൂര്യൻ ചേട്ടൻ ടാറ്റയൊക്കെ പറഞ്ഞ് പോകാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. ഏത് സമയം വേണേലും പുള്ളി പോകും. വെയിലില്ലാത്തതുകൊണ്ട് തന്നെ സത്യത്തിൽ നല്ല രസമുണ്ടായിരുന്നു ഈ യാത്ര. ഞാൻ ഫസ്റ്റ് ടൈമൊന്നുമല്ല കേട്ടോ മെഷീനിൽ കയറുന്നത്. അമ്മ ജോലിക്ക് പോകുന്ന സമയങ്ങളിൽ പണ്ടും എനിക്ക് ഈ ജോലി ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ചേട്ടൻ ഭയങ്കര സീരിയസ് ആയിട്ട് ചേട്ടൻ്റെ ജോലിയിലേക്ക് കടന്നു. നമ്മളിങ്ങനെ കയറി പോകുന്നത് കൊണ്ടുള്ള ഉപയോഗം എന്തെന്ന് വെച്ചാൽ അവരെ കൊണ്ട് സ്പീഡിൽ കൊയ്യിക്കാൻ സാധിക്കും. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇവരെങ്ങനെ കളിച്ചാലും 1 മണിക്കൂർ എടുക്കും കൊയ്തു തീരാൻ. ഞാൻ ചേട്ടനോട് കയറിയപ്പോഴേ പറഞ്ഞു 1 മണിക്കൂറൊന്നും എടുക്കല്ലേ എന്ന്. അപ്പോൾ ചേട്ടൻ ഒരു ചിരിയൊക്കെ പാസ്സാക്കി. നമുക്ക് നോക്കാം എന്താകുമെന്ന്. അങ്ങനെ സമയം പോകാൻ ചേട്ടനോട് 1ഉം 2ഉം പറഞ്ഞിരുന്നു. അപ്പോഴേക്കും എന്നെ തപ്പി എൻ്റെ പരിവാരങ്ങളും വന്നു. പിന്നീട് അവരുമായ യാത്ര. സത്യത്തിൽ നമ്മൾ ഈ കൊയ്യുന്ന നെല്ലിന് എന്തെല്ലാം പ്രത്യേകതകളാണെന്ന് ഓർത്തു നോക്കി. കഞ്ഞിക്കും ചോറിനും പുറമെ മറ്റു പല ഭക്ഷ്യവസ്തുക്കളുടെയും ഉടമ കൂടിയാണ് നെല്ല്. അതിൽ മലർ, അവിൽ, പൊരി തുടങ്ങിയവ എടുത്തു പറയേണ്ടതാണ്. കൂടാതെ ഇഡലി, ദോശ, പുട്ട്, അപ്പം, ഇടിയപ്പം, പത്തിരി അങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിൽ മാറ്റാൻ പറ്റാത്ത ആഹാര സാധനങ്ങളുടെ മുഖ്യ പങ്കാളിയാണ് നെല്ലെന്ന് ഓർക്കുമ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ നെല്ലിനും അത് കൃഷി ചെയ്യുന്ന കർഷകരെ നമ്മൾ ഓർക്കണം. അതുപോലെ തന്നെ നെല്ലിൻ്റെ ഉൽപ്പന്നങ്ങളായ വൈക്കോൽ, ഉമി, തവിട് എന്നിവ കാലിത്തീറ്റയായും ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ മതപരമായ ചടങ്ങുകൾക്കും അരിയും നെല്ലും മുഖ്യ ഘടകങ്ങളാണ്. ഒരു കുഞ്ഞ് ജനിച്ച് ആ കുഞ്ഞ് ആദ്യമായി ഭൂമിയെ സ്പർശിക്കുന്നത് അരിയിൽ ചവിട്ടിയാണ്. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ മരിച്ചാലും അവസാനമായി അവൻ്റെ ചടങ്ങിൽ അരി വേണം. പണ്ട് കാലങ്ങളിൽ എല്ലാ വീടുകളിലും ഒരു പത്തായമുണ്ട്. എത്രയൊക്കെ പട്ടിണി കിടന്നാലും അരിക്ക് മാത്രം ഒരു കുറവ് കാണില്ല. കേട്ടില്ലേ, പത്തായത്തിൽ നെല്ലുണ്ട് എലി അങ്ങ് മൂന്നാറിയെന്ന് വരുമെന്നും. ഞാൻ ഇങ്ങനെയൊക്കെ ആധികാരികമായി പറയുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? പച്ച മലയാളത്തിൽ പറയുവാണെങ്കിൽ നെല്ലൊരു സംഭവമാണ്. അതെല്ലാവരും കൃഷി ചെയ്തു. അങ്ങനെ എൻ്റെ നിരന്തരമായ ശല്യത്തിനൊടുവിൽ ചേട്ടന് 3/4 മണിക്കൂറിനുള്ളിൽ പണി നിർത്തി. അങ്ങനെ ഞാനും ഹാപ്പി, ചേട്ടനും ഹാപ്പി, എൻ്റെ അമ്മയും ഹാപ്പി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് നിങ്ങളുടെ സ്വന്തം കുട്ടനാട്ടുകാരൻ.